ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി, നമ്മുടെ നൂലപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കടലമാവ്. ഇതൊരു 1/2 കപ്പ് കടലമാവാണ്. കടലമാവ് എപ്പോഴും അരിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ അതിൽ തരികളുണ്ടെങ്കിൽ നമ്മുടെ പിഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, അച്ചിൽ കറക്റ്റായിട്ട് പുറത്തോട്ട് വരില്ല. അപ്പോൾ നമ്മൾ അരിച്ചിട്ട് ചേർക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് കടലമാവ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി നമ്മുടെ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന 1 ടീസ്പൂൺ ബട്ടർ, റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് മെൽറ്റ് ചെയ്ത് ഒഴിക്കുകയല്ല, റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന 1 ടീസ്പൂൺ ബട്ടർ. ഇനി വേണ്ടത് പൊട്ടുകടലയാണ്. ഇതാ പൊട്ടുകടല. ഈ പൊട്ടുകടല ഗ്രൈൻഡറിലിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് അരിച്ചെടുത്ത് ഇതിലോട്ട് ചേർക്കണം. ഇത് നമ്മുടെ പൊട്ടുകടലയാണ്. പൊട്ടുകടല നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. നന്നായി തരികളില്ലാതെ അരിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടിലുള്ള വെള്ളം, ഒരുപാട് ചൂട് വേണ്ട, എന്നാൽ ഐസ് വാട്ടറും ആവരുത്, ഇളം ചൂടിലുള്ള വെള്ളത്തിൽ പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് ഇതിലൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുറച്ച് കുഴച്ചെടുത്ത് വരുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് ഓയിലും കൂടി ചേർത്ത് മയത്തോടു കൂടി നമ്മളത് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ, എന്തെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ, ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ്, എന്തെങ്കിലും ടൈപ്പ് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മയം വരുത്തിയതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. മാവ് ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ മുറുക്ക് അച്ചിലൂടെ പുറത്തോട്ട് വരാനായിട്ട് ഭയങ്കര ടൈറ്റായിട്ട് വരും. ഇതാകുമ്പോൾ പാകത്തിന് നനവോട് കൂടിയിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നനവ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറുത്ത എള്ള് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ 2 ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു ഇത്തിരി ഓയിൽ തടവി കൊടുക്കാം. ഇനി ഒരിക്കലും ഇത് തുറന്ന് വെക്കരുത്, തുറന്ന് വെച്ചാൽ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും ഒരു പാത്രം വെച്ച് കറക്റ്റായിട്ട് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യാം. നമ്മൾ ആദ്യം നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് എണ്ണ വെച്ച് ഒന്ന് വൃത്തിയായിട്ട് കോട്ട് ചെയ്യാം. ഇനി അച്ചിടുക. ഈ അച്ചാണ് മുറുക്കുണ്ടാക്കാനായിട്ട് ഇടുക. ഇത് വെച്ചാണ് മുറുക്കുണ്ടാക്കുന്നത്. ഇട്ട് അടച്ചു വയ്ക്കുക. ഇതിലോട്ട് നമ്മുടെ മാവ് ഫില്ല് ചെയ്യാം. നമ്മൾ മാവ് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് അടച്ചു വയ്ക്കും. സമയം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കണം. എന്തെങ്കിലും തരം റിഫൈൻഡ് ഓയിലിൽ നമുക്ക് മുറുക്ക് തയ്യാറാക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ. ഇത് വെജിറ്റബിൾ ഓയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഈ എണ്ണ കറക്റ്റ് ആയോന്ന് ഒന്ന് ജസ്റ്റ് ചൂടായെന്ന് നോക്കാം. കറക്റ്റായിട്ടായിട്ടില്ല, അപ്പോൾ അതിൽ തന്നെ കിടക്കുകയാണ്. പൊങ്ങി വന്നാലാണ് ആവുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. ഇത് നേരെ ഞാൻ അച്ചിൽ നിന്ന് നേരെ എണ്ണയിലോട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് എടുത്തിടാം. ഞാനിതിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റാണ് ഇടുന്നത്.
ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തീ വെച്ചാൽ, ഒരുപാട് തീ കൂട്ടി വെച്ചാൽ മുറുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. മുറുക്കിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിടാം. ഒരുപാട് മൂക്കാനായിട്ട് നിൽക്കരുത്. ഒരുപാട് മൂക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുറുക്ക് കരിഞ്ഞു പോകും. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തീ വയ്ക്കും. ഒരുപാട് ചെറുതാക്കി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ മുറുക്ക് കരിയും. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് മെല്ലെ എടുക്കാറായിട്ടുണ്ടാവും. ഇതാണ് മുറുക്ക്. ഇതിപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ എണ്ണ തടവിയ ഒരു പ്ലേറ്റിലോ മുറുക്ക് പരത്തിയിട്ട് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇടാം. ഇങ്ങനെ ആയാലും ചിലപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഷേപ്പിലൊക്കെ വരും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ മുറുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അധികം വലുപ്പമില്ല. ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നല്ല പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മുറുക്ക് മുങ്ങിക്കെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും. അതുകൊണ്ടാണ് ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് പായിട്ടുണ്ട്, എടുത്ത് നോക്കാം. അത് ചെറിയ മുറുക്കാണ്. ഇനി അങ്ങോട്ട് വലിയ മുറുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ടിന്നിലോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ അടുത്ത മുറുക്കായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ മുറുക്കും ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് സമയവും നമുക്ക് പാത്രങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാണ്, വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മുറുക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്ര മുറുക്കാണല്ല കിട്ടിയിട്ടുള്ളത്, ഇനിയുണ്ട് മുറുക്ക്. ഞാൻ കാണിച്ചു തരാം. ഇതാ 2 കൊട്ട നിറച്ച് മുറുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ കൊട്ടയും ഒരു ചെറിയ കൊട്ടയും നിറച്ച് മുറുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മുറുക്ക് ക്രിസ്പിയാണ് ഞാൻ കാണിച്ചു തരാം, പൊട്ടിച്ച് കാണിച്ചു തരാം. വീണ്ടും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കണം. നല്ല ക്രിസ്പിയായിട്ട് അടിപൊളി ടേസ്റ്റുള്ള മുറുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ബട്ടർ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ ബട്ടർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പകരം നല്ല ഹോട്ടായിട്ടുള്ള ഓയിൽ, നമ്മൾ മുറുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ തിളപ്പിക്കുമ്പോൾ ആ ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ മാവിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിന്നീട് ബട്ടർ ചേർക്കരുത്. ബട്ടറും ഓയിലും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ മുറുക്ക് ഓവർ ക്രിസ്പി ആയി പോകും. ഞാനിപ്പോൾ ഇതിൽ ബട്ടറും ഓയിലും ചേർത്തിട്ടുണ്ട്, പക്ഷെ അതിൽ ചൂടാക്കാത്ത ഡയറക്റ്റ് ബോട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഹോട്ട് ഓയിൽ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ബട്ടറും കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്കത് കടിക്കാൻ പറ്റാത്ത, നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റാത്ത പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ പൊട്ടുകടലി നിർബന്ധമില്ല. നിങ്ങൾക്കത് ഉണ്ട് വീട്ടിലൊന്നുണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർത്താൽ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല എൻ്റെ മുറുക്കിനെ, ഞാനിങ്ങനെ നേരെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഷേപ്പായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിലോട്ടോ അങ്ങനെയും ചുറ്റിച്ചിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെന്തായാലും ഞാനിപ്പോൾ ടിന്നിലിട്ട് വയ്ക്കുമ്പോൾ അത് പൊട്ടിച്ചിട്ടാണ് ഇട്ട് വയ്ക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒരു ഷേപ്പിലൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടുക. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ ചാനലിൻ്റെ പേര് ഹെവൻലി സ്പൈസ് ഫോർ യു എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ്. ബൈ.